കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ഈ മത തീവ്രവാദ കക്ഷികളും ഇപ്പോൾ ഒരുമയോടുകൂടി നിന്നുകൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് നീങ്ങുകയാണ്. അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരുടെ മോചനം ആവശ്യപ്പെട്ട് അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതിനപ്പുറം ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇടത് വലത് മുന്നണികളോടൊപ്പം തന്നെ അവരുടെ കൂട്ടുചേർന്ന് അവരുടെ ഓരം ചേർന്നുകൊണ്ട് ഈ കന്യാസ്ത്രീ പ്രേമം കാണിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു വർഗീയത കലർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDP. ഈ ഛത്തീസ്ഗഡിലേക്കുള്ള ഇവരുടെ നീക്കം കണ്ടാൽ തോന്നും രാജ്യത്ത് ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള ക്രൈസ്തവ ആക്രമണങ്ങളും ഉണ്ടായില്ല എന്നാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണല്ലോ രാജ്യം ഏറെക്കാലം ഭരിച്ചത്. അവരുടെ ഭരണകാലത്താണ് അത്രയും ഈ ക്രൈസ്തവ ഭീകരത നടമാടിയിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇവരെ എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഈ BJP കേരളത്തിൽ ക്രൈസ്തവരുമായി കൂടുതൽ അടുക്കുന്നു, ക്രൈസ്തവർ BJPയോടെയും അടുക്കുന്നു. ഈ ഒരൊറ്റ കാരണമാണ് ഇവരുടെ ഈ അടുപ്പത്തിനകത്ത് ഒരു വിള്ളൽ വീഴ്ത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ആഗ്രഹിക്കുന്നത്. SDP നമുക്കറിയാം, അവർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കളെല്ലാം ഇപ്പോഴും കൽത്തുറുങ്കിലാണ്. നിരോധിച്ചു കഴിഞ്ഞപ്പോൾ താഴേത്തട്ടിലുള്ള ഈ ചോട്ടാ നേതാക്കളും അണികളും ഒക്കെ തന്നെ SDP-യിൽ അഭയം തേടുകയാണ് ചെയ്തത്. ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനകത്തെ അഭയം വളരെ സുരക്ഷിതമാണ് എന്നവർ മനസ്സിലാക്കി അണിയറ നീക്കങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇവർ BJP ഭരണം വന്നതിന് ശേഷമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ മുഴുവൻ നിരോധിച്ചത് തന്നെ. കേരളത്തിൽ നിന്ന് മുഴുവൻ മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരവസരവും BJPക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി ഇവർ നീങ്ങുകയാണ്. അതായത് BJP ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നു, രാജ്യം മൂന്നാം വട്ടമായിട്ടും തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇവരെയൊക്കെ അസ്വസ്ഥരാക്കുന്ന കാര്യമാണ്. ഇവരൊക്കെ 2047 രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്നവരാണ്. അതിനുവേണ്ടി ഏതു ഭീകരതയും ഇവരുണ്ടാക്കുമെന്നുള്ളതാണ്. ഇവിടെ BJPയുടെ ഈ ക്രൈസ്തവ വിഭാഗത്തിനോടുള്ള അടുപ്പത്തിലാണ് ഇവർക്കേറെ ഇക്കാര്യത്തിൽ ഒരു പ്രചോദനം ഉണ്ടായിരിക്കുന്നത്. SDP-ക്കാർക്ക് ഒരു വലിയ ക്രൈസ്തവ പ്രേമം തന്നെ ഉണ്ടായിരിക്കുന്നു. ഒരു മലയാളം പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ടിയ പാർട്ടിയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് ഓർക്കണം. അന്ന് ഇവരുടെയൊക്കെ ക്രൈസ്തവ പ്രേമം എവിടെ പോയി? അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് LDF ആണ്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി തന്നെ പറഞ്ഞെന്താണ്? ഒരു മണ്ടനാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇട്ടത്. ഒരു ചോദ്യപേപ്പർ വിവാദത്തിലായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്. അങ്ങനെ ഈ ജോസഫ് മാഷിനോട് കൈവെട്ടി പകരം വീട്ടിയ അവരെ വേണ്ട തരത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് ഈ LDF മുന്നണിയും ചെയ്തത്. LDFും UDFും അവരുടെ കാലാകാലങ്ങളിൽ അവരുടെ ഇഷ്ടത്തിനനുസൃതമായി അവർ ഒക്കെ തിരുത്തി വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ SDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും വെൽഫെയർ പാർട്ടി ആയാലും PDP ആയാലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തന്നെ. ഇപ്പോൾ അവർ നിൽക്കുന്നത് UDF ക്യാമ്പുകളിലാണ്. പക്ഷേ സൗകര്യം കിട്ടുമ്പോൾ അത് LDFിലേക്കും വരാം, LDFിനും അവരോട് പ്രേമമുണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മീഡിയ വണ്ണിൽ തന്നെ വലിയ ചർച്ചകൾ നടത്തുകയാണ്. കന്യാസ്ത്രീകളോടുള്ള പ്രേമം കൂടിയിട്ട് അലറി വിളിക്കുകയാണവർ.
ഇവരുടെ ഈ ക്രൈസ്തവ പ്രേമം എന്ന് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ SDPI നേതാക്കന്മാരിൽ ചിലർ ക്രൈസ്തവ മുഖവുമുണ്ട്. അത് മനഃപൂർവ്വം ഇവരെ ആ ഗ്രൂപ്പിനകത്ത് തിരികെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതിലൊരു മുണ്ടക്കയം ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ നിരന്തരമായി ഇടുന്നുണ്ട്, ക്രൈസ്തവരെ അനുകൂലിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരൊരു മതേതര പാർട്ടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ SDPIയുടെ നേതാവ് എന്ന് ചമഞ്ഞു നടക്കുന്ന മുണ്ടക്കയം ജോർജും ബാബു മാത്യുവും ഇത്തരത്തിലുള്ള ഈ ക്രൈസ്തവരോടുള്ള സ്നേഹപ്രകടനത്തോടുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇത് BJPയിൽ നിന്ന് ക്രൈസ്തവരെ അകറ്റുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് നിൽക്കുന്നത്. ഇവർ പലതരത്തിൽ ഈ ക്രൈസ്തവരെ മുൻകാലങ്ങളിൽ അടിച്ചിട്ടുള്ളവരാണ്. അതായത് ഇപ്പം ജോസഫ് മാഷിൻ്റെ കൈവെട്ടി, അതുപോലെ തന്നെ കുറ്റിക്കൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു വൈദികൻ തെരുവിൽ കഴിയുന്ന ഭിക്ഷയാചിക്കുന്നവരെ, അവർ പാതയോരത്ത് കഴിയുന്ന അവസരത്തിൽ അവരെ എടുത്തുകൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല ഭക്ഷണം നൽകി അവരെ വേണ്ട ഇടത്ത് പുനരധിവസിപ്പിക്കുന്ന ഒരു മഹത് കൃത്യം ചെയ്തുകൊണ്ടുവന്ന ഈ കുറ്റിക്കൽ അച്ഛനെതിരെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ SDPIക്കാരും അതിനിശ്ചിതമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. കുറ്റിക്കൽ അച്ഛൻ മതപരിവർത്തനം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിമർശനത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഈ എല്ലാ തരത്തിലും ക്രൈസ്തവ വിഭാഗത്തെ ആഞ്ഞടിക്കാൻ തക്കം കിട്ടിയ അവസരങ്ങളെല്ലാം എതിർക്കുകയോ അടിക്കുകയും ചെയ്തിട്ടുള്ള SDPI ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ പ്രേമം കാണിച്ചത്? അത് നരേന്ദ്രമോദി ഒക്കെ തന്നെ ഇപ്പോൾ രാജ്യത്തെ ബിഷപ്പുമാരുമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ബിഷപ്പുമാരും ക്രൈസ്തവ സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഒരു ക്രിസംഗി തന്നെ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ള അവരുമായി ചേർന്നുകൊണ്ട് ഇതിലേക്ക്, അതായത് BJP അധികാരത്തിലേക്ക് വരുന്നതിന് ക്രൈസ്തവ സംഘടനകളും സഭകളും ഒക്കെ നിർണായകമായ പങ്കുവഹിക്കുകയാണ്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ക്രൈസ്തവ സംഘടനകൾ കൂടുതലായിട്ട് ചേർന്നു എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ഇടിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ അവർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് കിട്ടിയിരിക്കുന്ന അവസരം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം 2016 പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLA ആണ് PC ജോർജ്. PC ജോർജിനെ ഇടതിൻ്റെയോ വലതിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ പിന്തുണ ഇല്ലാതെയാണ് വിജയിച്ചു വന്നത്. അദ്ദേഹത്തിന് അവിടുത്തെ ഈ മറ്റ് മതസ്ഥരുമായിട്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട SDPIയിലും അങ്ങനെ മറ്റ് ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉള്ള ഒരു അടുപ്പം എല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യരോടുള്ള അടുപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു, അത് ലവ് ജിഹാദാണ് എന്നുള്ള രീതിയിൽ തന്നെ പരസ്യമായി പറഞ്ഞു. അതാണ് 2021 PC ജോർജിനുണ്ടായ പരാജയവും. ആ പരാജയം അത് യഥാർത്ഥത്തിൽ ഈ PC ജോർജ് ഇപ്പോഴും ആ വിഷയം ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് PC ജോർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ക്രൈസ്തവ മുഖത്തെ എതിർക്കുക എന്നുള്ളതാണ് SDPIക്കാരെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇപ്പോൾ അത് ഒരു വലിയ ക്രൈസ്തവ പ്രേമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് രാജ്യത്ത് BJP വളരാൻ അനുവദിക്കരുത്, ഇനിയും ഭരണം നടത്താൻ അനുവദിക്കരുത് എന്നുള്ള ഈ SDPIക്കാരുടെ ചില ചിന്തകളും പ്രവൃത്തിയുടെയും ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതാണ് ഈ ഛത്തീസ്ഗഡിലേക്ക് ഇവർ നിരനിരയായി ഒഴുകുന്നതും. പക്ഷേ ഇത് അവർക്ക് ശക്തമായ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് തന്നെ.